ഭക്തി നിർഭലമായ പുണ്യവും പേറി അയ്യപ്പ ഭക്തർ കാത്തിരുന്ന ശബരിമല മകരവിളക്ക് ഇന്നാണ്. പൊന്നമ്പലമേട്ടിൽ ഇന്ന് വൈകിട്ടോടെ തന്നെ മകരജ്യോതി ദൃശ്യമാകും. ഏകദേശം 2 ലക്ഷത്തോളം ഭക്തർ ഇന്ന് ദർശനം നടത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. മകരവിളക്ക് കാണാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ ദർശനം സാധ്യമാക്കാൻ എല്ലായിടത്തും തന്നെ പർണശാലകൾ അവർ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ദർശനത്തിനെത്തിയ തീർത്ഥാടകർ ഇപ്പോഴും മല ഇറങ്ങാതെ തന്നെ ഈ ഒരു മകരജ്യോതി ദർശിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. ശബരിമലയിലും നിലയ്ക്കലിലും പമ്പയിലും സമീപ പ്രദേശങ്ങളിലുമായി ഒക്കെ തന്നെ വരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 5000-ഓളം പോലീസുകാരെയാണ് അവിടെ സജ്ജമാക്കിയിട്ടുള്ളതും. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് തീർത്ഥാടകരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞുകൊണ്ട് 6:30-ഓടെ തന്നെ അയ്യപ്പന് തിരുവാഭരണം ചാർത്തും. അത് കഴിഞ്ഞ് മഹാദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം അത് കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി ദൃശ്യമാവുക. മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മളെ അറിയിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ ശബരിമലയിലും നിലയ്ക്കലിലും പമ്പയിലും എല്ലാം തന്നെ സമീപ പ്രദേശങ്ങളിലായി എല്ലാം തന്നെ വരുന്ന ഭക്തർക്ക് വേണ്ടി മതിയായ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി തന്നെ 5000-ഓളം പോലീസുകാരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും അതുപോലെ ജ്യോതി ദർശിക്കുന്ന മറ്റിടങ്ങളിലുമെല്ലാം തന്നെ തമ്പടിച്ചിരിക്കുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസിന്റെയും വനം വകുപ്പിന്റെയും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഒക്കെ മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയും വെളിച്ചത്തിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നതും. മകരവിളക്ക് ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നതും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെ ഓരോ ഭക്തനും സ്വയം നിയന്ത്രിക്കണമെന്നും അവർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം ഭക്തരാണ് മകരവിളക്ക് ദർശനത്തിനായി തന്നെ സന്നിധാനത്ത് ഇപ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെ അവർ കാത്തിരിക്കുന്നതും. കുട്ടികളും അമ്മമാരും എല്ലാവരും തന്നെ ജനുവരി 14-ന് ഈ ഒരു ദർശനം കിട്ടാൻ വേണ്ടി ആ ഒരു ദിവസം തന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുപോലെ ജനുവരി 15 മുതൽ 17 വരെ തിരുവാഭരണം ദർശനം ആ ഒരു തിരുവാഭരണം ദർശിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു പുണ്യവും കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അവർക്ക് ഈ ദിവസം സന്നിധാനത്തേക്ക് വരാൻ വേണ്ടി ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കാവുന്നതുമാണ്. അതുപോലെ മകരവിളക്ക് ദർശനശേഷം മടങ്ങി പോവാനായി ഒരിക്കലും ഒരു തിരക്ക് കൂട്ടരുത് എന്നൊരു മുന്നറിയിപ്പും കൂടെ നൽകുന്നുണ്ട്. മടക്കയാത്രയ്ക്കായി പമ്പയിൽ തന്നെ 800-ഓളം ബസ്സുകളാണ് ഇപ്പോൾ അതായത് KSRTC ബസ്സുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 150-ഓളം ബസ്സുകൾ ഷട്ടിൽ സർവീസും നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും തമ്പടിച്ചിരിക്കുന്ന ഭക്തർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ 3 നേരവും അന്നദാനവും അവരിലേക്ക് നൽകുന്നുണ്ട്. അതുപോലെ മകരവിളക്ക് ദർശനശേഷം പുല്ലുമേടിൽ നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതുപോലെ കുമ്മളി വഴി തിരക്ക് വർദ്ധിക്കുമ്പോൾ കമ്പമേട്ട് വഴി തീർത്ഥാടകരെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. കുമ്മളി വഴി തിരികെ പോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. ഗവി റൂട്ടിൽ മകരജ്യോതി കാണുന്നതിനായി എത്തുന്നവർക്കുള്ളിലെ അപകടകരമായ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിനിടയായാൽ പോലീസും വനം വകുപ്പും സംയുക്തമായ ഒരു പരിശോധന തന്നെ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട വഴിയുള്ള ഇക്കോ ടൂറിസം യാത്രകൾ മകരവിളക്ക് കഴിയുന്നത് വരെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് വെർച്വൽ ക്യൂ വഴി 40,000 പേരെയും തത്സമയ ഓൺലൈൻ ബുക്കിംഗ് വഴി വെറും 1000 പേരെ മാത്രമേ പ്രവേശിപ്പിക്കത്തുള്ളൂ. അതുപോലെ ജനുവരി 15-ന് രാവിലെ 6 മണിക്ക് ശേഷമേ ഇനി നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കത്തുള്ളൂ. അതുതന്നെ അന്നേ ദിവസം തന്നെ രാവിലെ 11-ന് ശേഷം മാത്രമേ തത്സമയ ഓൺലൈൻ ബുക്കിംഗും പുനരാരംഭിക്കത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ മകരവിളക്ക് ദിവസമായ 14-ന് രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ്സുകൾ അതിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ തന്നെ 14-ന് ഉച്ചയ്ക്ക് 12-ന് അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നതല്ല. മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങുന്നവർക്കായി ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 800-ഓളം KSRTC ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 150-ഓളം ബസ്സുകൾ ഷട്ടിൽ ബസ്സുകൾ സർവീസ് നടത്തുമെന്നും പറയുന്നുണ്ട്.
അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയെ വൈകിട്ട് 5:30-നായിരിക്കും ശരംകുത്തിയിൽ നിന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിക്കുന്നതും. 6:30-ന് കൊടിമര ചുവട്ടിൽ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ VN വാസവൻ, അതുപോലെ തമിഴ്നാട് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രിയായ PK ശേഖർ ബാബു, ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും ഈ ഘോഷയാത്ര സ്വീകരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവ്, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു തിരുവാഭരണ പേടകം ശ്രീകോവിലേക്ക് ഏറ്റുവാങ്ങുന്നതും. തുടർന്ന് ഭഗവാന് തിരുവാഭരണം ചാർത്താനുള്ള ഒരു മഹാദീപാരാധന തന്നെ നടക്കും. ഈ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും നമുക്ക് ദൃശ്യമാകുന്നതാണ്. മകരസംക്രമ മുഹൂർത്തമായ ജനുവരി 14, അതായത് ഇന്ന് രാവിലെ 8:45-ന് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന നെയ്യാണ് ഭഗവാന് അഭിഷേകമായി ചെയ്യാൻ എടുക്കുന്നതും. അതുപോലെ ജനുവരി 19-ന് മാളികപ്പുറത്തെ മഹാഗുരുതിയോടെയാണ് ഈ ഒരു മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.